ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയതിലേക്ക് സ്വാഗതം. ഗൈസ്, ഒരു കിട്ടിലും പോലത്തെ ഒരു സോളോ ബസ് സ്കൂട്ടർ റാങ്ക്ഡ് മച്ചാനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അത്ര ഗൈസ് ബെറോണോപ്പിൽ ഇറങ്ങി തകർത്ത് തൂത്തു വരാൻ വേണ്ടി പോകുന്നുണ്ട്. അത്ര ഗൈസ് വരുന്ന 4 പേരെ ഒരുമിച്ചെടുത്ത് കിടത്തി കളിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അതിനോട് ഗൈസ് നല്ലൊരു സ്ഥലത്ത് ഇറങ്ങുന്നത് പറഞ്ഞിട്ട് ഞാൻ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഒബ്സർവേറ്ററി, അതായത് നമ്മുടെ ആ ഒരു ഗ്രേവ് യാർഡ് സൈഡില്ലേ, അങ്ങോട്ടാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കൂടെ മാപ്പിലേക്ക് നോക്കുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്കും ഓക്കെ സ്കാനറിനകത്ത് ആരുമില്ല. മോനെ സ്കാനർ നമ്മളെ തേക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഏതായാലും ആദ്യം നോക്കിയ സമയത്ത് സ്കാനറിൽ ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ അവർ കൂടെ തന്നെ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇറങ്ങി അവിടെ കണ്ടെടുക്കുന്ന നേരെ നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു M60 നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഒരു മാഗ് കിട്ടി. ഈ ചാത്തൻ ഗണ്ണ് മാത്രമേ കിട്ടത്തുള്ളൂ. എന്നാലും കുഴപ്പമില്ല കേസ്. ഓക്കെ, ഉള്ള ഗണ്ണ് വെച്ച് താഴേക്ക് നോക്കുന്ന സമയത്ത് 2 പേര് താഴെ പൊട്ടരെ പോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുത്തരാണെങ്കിൽ മതിലിന്റെ മണ്ടൊക്കെ കേട്ടോ. എന്തായാലും ഇറങ്ങിയ സമയത്ത് 2 പേരെ അടിച്ചവിടെ ഉറക്കി. മൂന്നാമത്തവൻ എവറാ അവൻ ചാടി ഞാൻ കേസ് പവർ ഇട്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ അവൻ ഷോർട്ട് റേഞ്ച് എടുത്ത് നമ്മുടെ മുമ്പിലേക്ക് അവനെ കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി കിടിലം പോലത്തെ ഒരു സ്കോഡ് വയ്പ്പാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സ്കൂഡിൽ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നു കേസ്. എന്തായാലും ഉണ്ടല്ലോ അമാരുന്ന് ലോബി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇത് നമ്മുടെ മാച്ചാടാ, നമ്മൾ വരുന്നവരൊക്കെ അടിക്കും എന്നൊക്കെ പറഞ്ഞ് 3 പേര് പവറായിട്ട് ഓട്ടോമാച്ചൊക്കെ ഓഫാക്കിയിട്ട് വലിയ കാര്യത്തിൽ കയറി വന്ന. പക്ഷേ കേസ് അറിയാലോ, OP വർല കേരള വാല മീ ഗെയിമേഴ്സ് അടിച്ച അവന്മാർ അവർക്ക് 3 കില്ല് ഇറങ്ങിയപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കേസ് ഗണ്ണ് പോലും സെറ്റല്ല. എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടല്ലോ ചാത്തം പിടിച്ചൊരു M60 അതേപോലെ ഒരു മാഗും ഉണ്ടായിരുന്നേ. അത് വെച്ചിങ്ങനെ കേസ് സത്യം പറഞ്ഞില്ല അവന്മാരൊന്നും തൊട്ടിരുന്ന ഞാൻ അവിടെ പെടഞ്ഞ് വീണ് കുഴഞ്ഞ് വീണ് ചത്ത് വീണായിരുന്നു കേട്ടോ. പക്ഷേ കേസ് കുഴപ്പമില്ല, ഉള്ള ഗണ്ണ് വെച്ച് അടിച്ച് അവിടെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇറങ്ങിയ അവിടെ 3 കില്ല് സെറ്റ് വേറെ ലെവലായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഉള്ള കോയിനൊക്കെ വാരി എടുക്കണം. M60 കിട്ടിയില്ല. നമുക്ക് അവർ SKS കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും SKS സെറ്റാണ് കേസ്. അതൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് അവൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിഷയം സാധനം തന്നെയാണ്. സോ അതുകൊണ്ട് ഈ ഒരു മാച്ച് ഇനി നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടല്ലോ കേരള സ്റ്റൈൽ ഗെയിം പ്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് എന്താണ് കേരള മൂവ്സ് ഒക്കെ കണ്ട് നിങ്ങൾ ഞെട്ടാൻ വേണ്ടി പോവാണ്. കാര്യം SKS കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷയമാണ്. അതിന് 100 ഡാമേജ് ഒക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അതിന് ചുമ്മാ ഒന്നും അടിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതിന് കോയിൻ കൊടുത്ത് കുറച്ച് ഫണ്ട് ചിലവുണ്ട്. നമ്മൾ കുറച്ച് കോയിനൊക്കെ തപ്പി പിടിച്ചിട്ടുണ്ടല്ലോ. നേരെ പോയിട്ട് ബങ്കറൊക്കെ തുറന്നാൽ മാത്രമേ നമുക്ക് ആ സാധനം ആകത്തുള്ളൂ. സോ ഇപ്പോൾ 10 ലക്ഷം കില്ലൊക്കെ എടുത്തു. ഇനി നേരെ പോയി ബങ്കർ ഉടക്കാൻ വിചാരിച്ചെങ്കിൽ കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പ് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. കാര്യം എന്താണ്, ബങ്കർ ഉടക്കുന്ന ടൈമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രാന്ത് പിടിക്കുന്ന കാര്യം അതാണ് കേട്ടോ. ആ ബങ്കറിലെ ടൈം എന്ത് തേക്കാൻ വരുന്നത് വെച്ചെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ കേസ് എന്താണ്, കുറേ നേരം വെയിറ്റ് ചെയ്യണം. ആ ഒരു അവേക്കിംഗ് ടോക്കനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കളിക്ക് പവർ ആകത്തുള്ളൂ കേട്ടോ. എന്തായാലും SKSന് എനിക്കൊരു ചാത്തം പിടിച്ച സ്കിന്നാണ് എനിക്ക് ഇരിക്കുന്നത്. അത്ര നല്ല കാര്യമൊന്നുമല്ല. ഡബിൾ ഡാമേജിൻ്റെ ഡബിൾ റേറ്റ് ഓഫ് ഫയറിൻ്റെ സ്കിന്നാണെങ്കിൽ കുറച്ച് വിഷയമായിരുന്നു കേട്ടോ. നിങ്ങൾക്കാർക്കെങ്കിലും SKSൻ്റെ ആ ഒരു സ്കിന്നുണ്ടോ കേസ്? ഒരു വയലറ്റ് ഉള്ള സ്കിന്നില്ലേ എൻ്റെ മറ്റേ അക്കൗണ്ടിനകത്തുണ്ട്. പക്ഷേ ഈ അക്കൗണ്ടിനകത്ത് എനിക്ക് കറൻ്റ് അതില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാലോ, ഞാൻ ഒരു ചലഞ്ച് പോലെയാണ് ഈ ഒരു അക്കൗണ്ടിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അക്കൗണ്ടിൽ ഹീറോയ്ക്ക് അടിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിച്ചിരിക്കും. കരുത് പറഞ്ഞത് മീ ഗെയിമറാണ് കേട്ടോ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ ഒരു മാച്ചിൻ്റെ ലാസ്റ്റ് റാങ്ക് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി എത്രാമത്തെ റാങ്ക് എത്തിയെന്ന്. വിഷയം തന്നെയാണ് കേട്ടോ. വന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു ടൈം പോലും ആയിട്ടില്ല. ഇനി 1/4 മണിക്കൂർ ഇനിയും വെയിറ്റ് ചെയ്യണം അത്ര. ഓക്കെ, എന്തായാലും ഉള്ള ആ ഒരു കുതിരയിലേക്ക് അതൊക്കെ ഇങ്ങ് പൊടിച്ചോളാം. കുതിര വണ്ടി ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ മോനെ ചിലവന്മാർ കാണുന്ന കേസ് കുതിരക്കകത്ത് കയറിയിട്ടുണ്ടല്ലോ ഒരു ഗണ്ണ് എടുത്തിട്ട് നേരെ കേസ് നമ്മളെ തുരത്തി വന്ന് ഇടിക്കുകയും ചെയ്യും. പിന്നെ കുതിര എടുക്കുന്ന സമയത്തുണ്ടല്ലോ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ആ ഒരു മിഷ ക്യാരക്ടറല്ലേ കേസ് വണ്ടിക്കകത്തിരിക്കുമ്പോൾ അടികൊള്ളാതിരിക്കുന്ന ആ ക്യാരക്ടർ, ആ വെടലപ്പെണ്ണിൻ്റെ ക്യാരക്ടർ വിട്ടിട്ട് അവരങ്ങ് കയറി വരും. കുതിരക്കകത്ത് വെക്കുമ്പോഴത്തേക്ക് അവരുടെ കാലിട്ട് പോലും വെടി കൊള്ളത്തില്ല. സോ പിന്നെ ആ ഒരു കുതിര വെച്ച് ചാടി വന്നിട്ട് നമ്മുടെ ഗ്ലൂ ആൾട്ട് കളയുമ്പോണ്ടല്ലോ, നമ്മുടെ ഗ്ലൂ ആൾട്ട് ഒരു ഇടിക്കുമ്പോഴത്തേക്കും ആ ഗ്ലൂ അങ്ങ് പൊട്ടുകയും ചെയ്യും. എന്ത് കഷ്ടമോ നോക്കിക്കേ. അത്ര അഡ്വാൻറ്റേജ് ആണ് കുതിര വെച്ച് കളിക്കുമ്പോൾ. ഞാൻ 1-2 മാച്ച് ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി കളിച്ച് നോക്കിയായിരുന്നു. പ്രോപ്പർലി ഗെയിം പ്ലേ ആയിട്ട് നോക്കിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. വിഷയം സംഭവം കേസ് OP ആണ്. എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എന്തായാലും ബങ്കർ നോക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഒരു എനിമി നൈസ്, ഒന്നല്ല കേസ് 2 പേര് നൈസായിട്ട് കേസ് വണ്ടി എടുത്ത് കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ പാട്ടൊക്കെ പാടി ഈ പാട്ടൊക്കെ പാട്ട് വലിയ കാര്യത്തിൽ കയറി വന്നതാണ്. സോ അവർ 2 പേരെയും അവിടെ അടിച്ചുറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സ്കോഡിൽ 4 പേരല്ലേ, 2 പേരല്ലേ നമ്മൾ എടുത്തുള്ളൂ. ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കി അവരെ കംപ്ലീറ്റ് ആക്കിയൊക്കെ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ മോനെ അവരുടെ ടീമിൽ ഒരു കാട്ടുവാടിയാണെങ്കിൽ ആദ്യം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ ഒരു പാറയുടെ പുറകിൽ ആരും കാണുന്നില്ലടാ എന്നെ. ഞാൻ നിന്നെ പയ്യ മറ്റേ ചെങ്ങായി പോയി കഴിയുമ്പോൾ മീ ഗെയിമർ പോയി കഴിയുമ്പോണ്ടല്ലോ നിന്നെ വന്ന് റിവൈവ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കാട്ടുവാടിയോടെ വിളിച്ചു നിന്ന് കേട്ടോ. എന്താ കേസ് അവനെയും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് കിട്ടില്ല പോലെ അടിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ മൊത്തം 6 കില്ല് ഈ മാച്ച് അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേസ് ഒന്നും നോക്കിയില്ല. ടൈം ആയ സമയത്തുണ്ടല്ലോ പെട്ടെന്ന് തന്നെ കേസ് ഒട്ടുണ്ടാകുമ്പോൾ ടൈം കളയാതെ അത്യാവശ്യം കൂടുതൽ കോയിനുള്ളതുകൊണ്ട് നേരെ വന്ന ബങ്കർ അങ്ങ് തുറന്നു. അതിനകത്ത് എനിക്ക് വേണ്ട ഗൺസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി എത്തിച്ചിരിക്കുന്നത് വെച്ചാൽ മാഗാണ്. അതൊന്ന് മാറ്റി M10 ചിപ്പ് കുഴപ്പമില്ല, അതങ്ങ് അപ്ഗ്രേഡ് ആക്കി. അതേപോലെ കേസ് SKS അപ്ഗ്രേഡ് ആക്കി നോക്കുമ്പോഴത്തേക്കും ഒരു എനിമി നമ്മുടെ അടുത്തേക്ക് പറന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവനെ അല്ലടാ കുറച്ച് മുമ്പേ താഴെ ഞാനിപ്പോൾ ജീപ്പിനകത്തിട്ട് പണി വിട്ടത്. എന്നാലും ഇവൻ പിന്നെയും കേസ് റിവഞ്ച് എന്നെ അങ്ങ് റിവഞ്ച് ചെയ്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ച് അവനങ്ങ് കയറി വന്നതാണ് കേട്ടോ. അവരെയും അടിച്ച് ഉറക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ 7ാമത്തെ കില്ല് അവനാണ് കേട്ടോ. എന്തായാലും അവനങ്ങനെ ചുമ്മാ പൊങ്ങി വരത്തില്ല കേസ്. അവനെ പൊക്കാൻ വേണ്ടി ഏതൊരു കാട്ടുവാഴ തൊട്ടു മുമ്പിൽ കേസ് അവിടെ നിൽപ്പുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്തായാലും
അവനെ കയറി അടിക്കണം, അവനെയാണ് എനിക്ക് വേണ്ടത്. ആ പോകുന്നു അവൻ തന്നെ. എൻ്റെ പൊന്നു കേസ്, ഇവനെ പിന്നെയും പിന്നെ ടീംമേറ്റ്സൊക്കെ പൊക്കി വിട്ട് എന്നെ അങ്ങ് റിവഞ്ച് ഉണ്ടാക്കാമെന്ന് അവന്മാരുടെ വിചാരം. സോ ഞാൻ അവൻ്റെ കളിപ്പുള്ളയാളാ, നിന്നെയൊക്കെ അടിച്ച് ഉറക്കിയിടുന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് എസ് കേസും പിടിച്ച് ഞാനുണ്ടല്ലോ ആ ഒരു എൽ ഷേപ്പ് ഇടില്ല അതിനെ മണ്ടക്കേറി നിൽപ്പുണ്ട് കേട്ടോ. അവന്മാരൊക്കെ പെട്ടി കിടന്ന് തിളങ്ങുന്ന തിളക്ക് കണ്ടോ കേസ്, എനിക്ക് വയ്യ. അവന്മാരുടെ ഒരു കാര്യം, അവരുടെ പെട്ടിയിൽ ലൂട്ടാൻ വേണ്ടി എന്തായാലും വരും. എനിക്ക് നല്ല ഉറപ്പാക്കാരുണ്ടല്ലോ, അത്രയും ലൂട്ടൊക്കെ എടുത്ത് വണ്ടിയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം നടന്ന 3 പേരുടെ പെട്ടി അവിടെ ഇരിക്കുന്നു. ഒരുത്തിൻ്റെ ഒന്നും അല്ല കേട്ടോ, 3 പേരുടെ പെട്ടി അവിടെ ഇരിക്കുന്നത്. സോ അതിലൂട്ടാൻ വേണ്ടി അവന്മാർ വന്നില്ലെങ്കിൽ പിന്നെ അവന്മാർ ടീമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവന്മാർക്കൊക്കെ പണി നിർത്തി വല്ല കിളയ്ക്കാനും പൊക്കൂടെ ഞാൻ ചോദിക്കുന്നത്. സോ അതെടുക്കാൻ വേണ്ടി വരും എന്തായാലും, എനിക്ക് ഉറപ്പാണ്. എന്തായാലും നോക്കട്ടെ കേസൊക്കെ, അവന്മാർ എടുക്കാൻ വന്നില്ല, അവന്മാർ പൊട്ടന്മാർ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. സോ അവന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞാൽ കേസ്, വീഡിയോ കാണുന്ന കുറേ പേര് ഭയങ്കര ശോകം, നിങ്ങൾ ഭയങ്കര ഇതൊന്നും സമ്മതിച്ചു തരാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്താണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറയാലോ, ഇത്രയും വലിയ കാര്യമായിട്ട് ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, മനസ്സിലായില്ലേ? സോ ഒന്ന് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഒന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലൈക്ക് ചെയ്തില്ല ഭയങ്കര ശോകമാണെന്ന് മനസ്സിലാക്കുക, സത്യമായിട്ടും ഭയങ്കര മോശമാണ്. പിന്നെ അല്ലേ, അത് തന്നെ. എന്തായാലും കേസ് ആ ലൂട്ട് എടുക്കാൻ വേണ്ടി വന്ന് ഒരുത്താൻ നൈസായിട്ട് കേസ് ലോങ്ങിൽ നിന്ന് തന്നെ എസ് കേസ് വെച്ച് അടിച്ച് അവിടെ നോക്ക് എടുത്തിട്ടുണ്ട്. ആ നോക്കിനെങ്കിലും റിവൈവ് ചെയ്യാൻ പാടില്ല. ടീമേറ്റ്സിന് ഒരു കോർഡിനേഷൻ ഇല്ലല്ലോ, അവർക്ക് എന്നാൽ നിർത്തിയിട്ടങ്ങ് പൊക്കൂടെ. അവർ ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്ത് പോകുന്നതാണ്. സത്യം പറഞ്ഞാൽ സ്കോഡ് കളിക്കുന്ന സമയത്തുണ്ടല്ലോ ടീമേറ്റിനെ അത്രമാത്രം സപ്പോർട്ട് ചെയ്ത് കളിക്കണം. എൻ്റെ സ്കോഡ് ഗെയിം ഒന്ന് കണ്ടു നോക്ക്, എന്നെ പോലെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ ആരാണ് കേസ് ഉള്ളത് കേട്ടോ. എന്തായാലും അത് കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേസ്, മീ ഗെയിമർ OP അല്ലേ? അതെ OP ആണ്. ഓക്കെ, എന്തായാലും ആ ഒരു കാട്ടുവഴിനെ അടിച്ച് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ മൊത്തം 8 കില്ല് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ പെട്ടിയെടുത്ത് ഞാൻ മാറുന്നില്ല. കാര്യം എന്താണ്, ഇത്രയും കിടിലും പോലത്തെ പെട്ടികൾ 3 4 ഇപ്പോൾ അവിടെ കിടപ്പുണ്ട്. സോ അതെടുക്കാൻ വേണ്ടി വന്നില്ലെങ്കിൽ അവരെന്ത് ശോകം അല്ലേ? എന്തായാലും അവന്മാരെ നോക്കിയോടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി, ഓക്കെ അവന്മാർ ഞാൻ വിചാരിച്ചുള്ള പൊട്ടന്മാർ തന്നെ. അവന്മാർ ഈ ജന്മത്തിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നില്ല കേട്ടോ. അവന്മാർ ഓടിയ സ്ഥലത്ത് പുല്ലുപോലും മുളച്ചിട്ടില്ല എന്ന് പറയത്തില്ലേ, അതേപോലെയാണ് കേട്ടോ. എന്തായാലും ആമാരൊന്നും അവിടെ വരുന്നില്ല. പക്ഷെ എന്നാലും കേസ് ആ വണ്ടി അവിടെ കിടക്കുന്നു, കുറച്ച് പെട്ടി അവിടെ കിടക്കുന്നു, ആരായാലും വന്നൊന്ന് ലൂട്ടി പോകുമെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് കേസ് ഞാനൊന്ന് മുമ്പോട്ട് കയറി ഓടുന്നുണ്ട്. കാര്യം എന്താണ്, അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ആമാര് വരത്തൊന്നുമില്ല എനിക്ക് മനസ്സിലായി കേട്ടോ. എന്തായാലും പോകുന്ന സമയത്ത് പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം, നമ്മുടെ വീഡിയോക്കകത്ത് റിഡീം കോഡ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒളിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്, ഒറ്റ നോട്ടത്തൊന്നും കിട്ടത്തില്ല. അത് നമ്മുടെ ഇതിന് മുമ്പത്തെ റിഡീം കോഡ് ക്ലെയിം ചെയ്ത ആൾക്കാർക്ക് അറിയാം. സോ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കുറച്ച് ബാഡാണ് കണ്ടുപിടിക്കാൻ. അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. സോ കണ്ടുപിടിച്ചാൽ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക, ബ്രോ നമുക്ക് റിഡീം കോഡ് കിട്ടി, എനിക്കാണ് ഇന്നത്തെ റിഡീം കോഡ് കിട്ടി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ധൈര്യം കാണിക്കുന്ന ആരാണെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. സോ അതിനുവേണ്ടി ഞാൻ പറഞ്ഞാണ് കേട്ടോ. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് നൈസായിട്ട് കേസ് അത് ഓൾറെഡി റിഡീമായി എന്ന് പറയുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്കല്ലേ കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് ആദ്യം എടുക്കുന്ന ആൾക്ക് മാത്രമേ അത് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കേസ് വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ വീഡിയോയ്ക്ക് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഫുൾ വീഡിയോ കണ്ടാൽ കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് അതുകൂടെ ഓർക്കാൻ ശ്രമിക്കുക. പിന്നെ ഫസ്റ്റ് കാണുകയും ചെയ്യണം കേട്ടോ. ഫസ്റ്റ് കാണുന്ന ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഡെയിലി ഈവനിങ് 5 മണിക്ക്, ഓക്കെ 5 മണിക്ക് പ്രീമിയർ ആയിട്ട് ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു സമയത്ത് ലൈവിൽ തന്നെ നിങ്ങൾക്ക് നൈസായിട്ട് അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. പെട്ടെന്ന് പോയി ക്ലെയിം ചെയ്ത് എന്തെങ്കിലും ഉണ്ടാക്കി നോക്കട്ടെ, വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇവൻ ഈ പാലത്തിന് മണ്ടക്കൂടെയൊക്കെ ഓടുന്നതിന് ഇവൻ ഈ ജീവിതത്തിൽ ഞങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലേ. സത്യം കേസ് ഞാനും ഇതിൻ്റെ മണ്ടക്കൂടെ ഒന്നും അധികം കയറിയിട്ടില്ല. കാര്യം എന്താണ്, ഞാൻ കുറച്ച് ക്യാമ്പേഴ്സിനെ അങ്ങ് പൊക്കാന്ന് വിചാരിച്ചു കേട്ടോ. ക്യാമ്പന്മാരെ കയറി ചെന്ന് അടിച്ചു കൊന്ന് അവന്മാരെ കംപ്ലീറ്റ് ആക്കാം, അവന്മാരെ കോൺഫിഡൻസ് ഒക്കെ കളയാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. കാര്യം റാങ്ക് പുഷ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ കുളിച്ചിരിക്കുന്ന കുറേ പേരുണ്ട് കേസ്, ചിലപ്പോൾ കിടന്ന് കളയും ഇതിൻ്റെ മൂട്ടിലൊക്കെ കേട്ടോ. എന്തായാലും അങ്ങനെയുള്ളവന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നൈസ് കേസ് ആ സോളിൻ്റെ സൈഡിൽ കൂടെ കയറി വന്നിട്ട് ഈ ഉണ്ടല്ലോ പാലത്തിനുണ്ടെങ്കിൽ നെടുത്തിയടി പകുതി ലൈഫ് കളഞ്ഞിരിക്കുന്നത്. എന്താ രസം അല്ലേ? എന്തായാലും കുഴപ്പമില്ല കേസ്, മെഡിക്കറ്റ് ഉള്ളതുകൊണ്ട് മെഡിക്കറ്റ് യൂസ് ചെയ്ത് നേരെ കേസ് ആ ഒരു ക്യാമ്പ് സൈറ്റിൽ കൂടെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെയാണ് മെയിൻ ക്യാമ്പന്മാരുടെ സ്ഥലം കേട്ടോ. ചിലവർ വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരയൊക്കെ പോകും. കാര്യം എന്താണ്, ഇവിടെ അത്യാവശ്യം കോയിനൊക്കെ കിട്ടും. പിന്നെ ഈ ഒരു ഏരിയയിലേക്കൊക്കെ ആൾക്കാർ ചാൻസ് വരാൻ വളരെ കുറവാണ്. അതുകൊണ്ടാണ് അമ്മാരും ഇങ്ങോട്ട് കയറി വെക്കുന്നത് കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ കേസ്, 8 കില്ല് ഈ മാച്ചിനകത്ത് 24 ഒരു സ്റ്റിൽ അറിയുമ്പോൾ 11.6 റേറ്റിംഗ് നമുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കോയിനൊക്കെ പിടിക്കുന്ന വെറുതെയാണ് കേസ്. കാര്യമില്ല, എനിക്ക് ഗണ്ണ് 2 എണ്ണം അപ്പ് ചെയ്യാനില്ല. എൻ്റെ വെച്ചിരിക്കുന്ന ലോഡോട്ട് തോന്നിയാൽ ചുറ്റുകയില്ലേ. സോളോ കളിക്കുന്ന സമയത്ത് ഞാൻ മിക്കവാറും ചുറ്റുകയാണ് വെക്കുന്നത്. പിന്നെ എൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കത്തെ സമയത്ത് എന്തെങ്കിലും അടിയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഉപകാരമായിരിക്കും. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ ഒറ്റ ഇരിപ്പായിരിക്കും, പെട്ടെന്ന് തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ട് മാത്രമേ ഫൈറ്റിന് പോകത്തുള്ളൂ. അല്ലെങ്കിൽ കേസ് അവേക്കിംഗ് ടോക്കനൊക്കെ നമുക്കുണ്ടല്ലോ ബങ്കറിനകത്ത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല, ഓൾറെഡി സെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. സോ അതുകൊണ്ട് അത് നോക്കുന്നില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ നേരം ഉണ്ടല്ലോ ആ ഒരു മില്ലിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആ ഒരു മലയിലെ കേസ്, ഓക്കെ അതിൻ്റെ മണ്ടയ്ക്ക് വന്ന് നിൽപ്പുണ്ട്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മലയെ നോക്കി കഴിഞ്ഞാൽ ദാ പോകുന്നു ഇതേപോലെ പൊട്ടനെ പോലെ പോകുന്ന ഏതെങ്കിലും കാട്ടുവാഴ ഉണ്ടെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അവനെ അടിച്ചു കൊന്നിട്ട് കേരള വല മീ ഗെയിമറാടാ കൊന്ന, നീ സന്തോഷിക്കുക. പിന്നെ സോൺ നോക്കുവാണെങ്കിൽ കറക്റ്റ് എൻ്റെ നെഞ്ചത്തേക്കാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഇത്രയും അഡ്വാൻറ്റേജ് എന്ന ഒരു സോൺ വേറെ ഇല്ല എന്ന് തന്നെ ഞാൻ പറയുന്നു കേട്ടോ. എന്തായാലും ആരോ ഒരുത്ത നമ്മളെ സ്പെക്ട് ചെയ്യുന്നായിരുന്നു. അവനെ നൈസായിട്ട് കേസ് ഇമോട്ട് വേർപ്പിക്കാൻ നോക്കിയപ്പോഴത്തേക്കും അവനപ്പോഴത്തേക്ക് ഇറങ്ങിപ്പോയി. അവനറിയാം ഞാൻ ഇമോട്ട് ഇടുന്നു, ഒരുത്തനെ അടിച്ച് കൊന്നു കഴിഞ്ഞാൽ ഞാൻ ഇമോട്ട് ഇടുന്നു അവനറിയാം. പിന്നെ എന്തിനാ വന്നെ ഇത് ചാകുന്നേ. ഓക്കെ
എന്തായാലും മില്ലിലേക്ക് സ്കോപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അവിടെ ആരുമില്ല. എനിക്ക് ഒരേ സമയത്ത് എത്ര സൈഡാണ് നമുക്ക് നോക്കേണ്ടത്, വലത്തെ സൈഡ്, ഇടത്തെ സൈഡ്, മില്ലിൻ്റെ സൈഡ്, താഴെ ഉണ്ടല്ലോ ആ ഒരു റിവേഴ്സ് സൈഡ്, എല്ലാ സൈഡും നമുക്ക് നോക്കണം. കാര്യം എന്താണ്, ഒറ്റ ഒരാളല്ലേ ഉള്ളൂ, അവർ 4 പേരും കൂടി ഒരുമിച്ച് ചേർന്ന് നമുക്ക് നമ്മളെ നിന്ന് കളിച്ച് കളയും കേട്ടോ. എന്തായാലും അതുണ്ടാകാതിരിക്കാൻ വേണ്ടി മലയെ കൂടെ കേസ് ഓടി 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 എല്ലാ സൈഡും കൂടെ ഞാൻ നോക്കി നിൽക്കുന്നുണ്ട്. സോ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും അടിപൊളിയായിട്ട് ഇത്രയും നോക്കി കളിക്കുന്ന എനിക്ക് നിങ്ങളൊരു ലൈക്ക് പോലും തരുന്നില്ല. അത് ഭയങ്കര ശോകം. ഞാൻ പിന്നെയും പറയുന്നുണ്ട്, ഭയങ്കര ശോകമാണ്. ഞാൻ ഒട്ടും കൂടുതലായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കൊരു 1K ലൈക്ക് എനിക്ക് അത്ര മാത്രം മതി, വേറെ ഒന്നും വേണ്ട. സോ കാണുന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഒരു 1K ലൈക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിക്കത് മാത്രം മതി കേസ്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പയ്യെ ഉണ്ടാക്കാൻ വിചാരിച്ചാണ് നിൽക്കുന്നത് കേട്ടോ. എന്തായാലും കുതിരക്കകത്ത് ഓർത്തും കയറി വന്നിട്ടുണ്ടായിരുന്നു. അവർ റിവൈവ് ചെയ്യാൻ വേണ്ടി പോയതാണ്. ടീമേറ്റൊക്കെ എന്താണ് സ്പെക്ക് ചെയ്തിട്ട്, അളിയാ നിൻ്റെ മാത്രമേ കോയിനുള്ളൂ, മറ്റേ കൂടെയുള്ള ബംഗാളിയാണെങ്കിൽ അവൻ ഏതോ കാട്ടിപ്പോയി ഇറങ്ങിയിട്ട് നിൽക്കുക, അവനാണ് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നീ വേണം നമ്മളെ റിവൈവ് ചെയ്യാൻ വേണ്ടി, ഒന്നും നോക്കണ്ട. കുതിര എടുത്ത് പോയിട്ട് എവിടുന്നെങ്കിലും തപ്പിപ്പിടിച്ച് നക്കിയിട്ടാണെങ്കിലും കോയിനെടുത്ത് മില്ലിനൊക്കെ കോയിനെടുത്ത് പൊക്കുക. അവിടെ മില്ലിനടുത്ത് വെൻറ്റി മെഷീൻ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ കുതിരക്കകത്ത് കയറി വന്ന് നേരെ നമ്മൾ മുമ്പിൽ വന്ന് വീണിട്ട് അവിടുന്ന് ചത്ത അവിടെ പടമായിട്ട് നേരെ ഇളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇവന്മാരെല്ലാം കൂടെ നെറ്റ് പോയി ആ ഒരു ബംഗാളിനെ സ്പെക്ക് ചെയ്തിട്ട് ഇവരിഞ്ഞ് അനങ്ങുമോ മോനെ അനങ്ങട അരവിന്ദ അനങ്ങട എന്നൊക്കെ പറഞ്ഞ് കാറുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവന്മാരുടെ കരച്ചിൽ എനിക്ക് ഇവിടെ കേൾക്കാൻ വരുന്നുണ്ട് കേസ്, അത് സന്തോഷം തന്നെയല്ലേ. എന്തായാലും അവനോടെ കംപ്ലീറ്റ് ആക്കിയപ്പോഴത്തേക്കും നമുക്ക് മൊത്തം 10 കില്ല് ഈ ഒരു മാച്ചിനകത്ത് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ നോക്കുമ്പോഴത്തേക്കും 13 പേര് സ്റ്റിൽ അലൈവ്, 13.1 റേറ്റിംഗ് നമുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മില്ല് കേസ് അത്യാവശ്യം ആൾക്കാർ വരും. കാര്യം വെൻറ്റി മെഷീൻ ഇനി പൊക്കാൻ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറുണ്ടല്ലോ ആ ഒരു വെൻറ്റി മെഷീൻ നമ്മുടെ മില്ലിനകത്താണ് ഉള്ളത്. സോ അപ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ട് വരാൻ ഞാൻ വളരെ കൊള്ളാം. നല്ലൊരു പൊസിഷൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് സ്കോപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാരൊക്കെയാണല്ലോ നേരെ SKS വെച്ച് എടുക്കാൻ പറ്റുന്ന വിചാരിച്ച് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. ആ സമയത്ത് നോക്കുമ്പോഴത്തേക്ക് ടോപ്പ് 10 ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗണ്ണും അവയ്ക്ക് ഓൾറെഡി ആയതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല കേസ് എനിമീസ് ഇനിയും കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുത്തം വന്നിട്ട് നൈസ് കേസ് ഗ്ലൂ വാളൊക്കെ ഇട്ട് നിൽക്കുന്നു. ആ സമയത്ത് നോക്കുമ്പോഴത്തേക്കും വേറൊരുത്തരാണെങ്കിൽ ജീപ്പ് എടുത്ത് കേസ് എൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നു കഴിച്ച്. എൻ്റെ മോനെ ഞാൻ ഒന്നും നോക്കുന്നില്ല, നേരെ കേസ് M10 എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. നേരെ പവർ വിട്ടിട്ട് അവനപ്പോഴത്തേക്ക് ഓസ്കാർ തുലിക്കുന്നു കേട്ടോ. എന്തായാലും അവൻ ഗ്ലൂ ആയിട്ട് സമയത്തേക്ക് കയറി വന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ്റെ ടീമേറ്റ് വേറെ വണ്ടി എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് 2 പേരും കൂടെ കളിച്ചിരുന്ന ഞാൻ അവിടെ വീണേ. പക്ഷേ കേസ് മീ ഗെയിമറാണ്, അതൊരു വിശ്വാസമാണ്. ഞാൻ പറഞ്ഞില്ലേ കയറി വന്ന് ഒരുത്തനെ അടിച്ച് അവിടെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ ടീമേറ്റ് ആണെങ്കിൽ നൈസർ കേസ് ഏതോ കാട്ടുവാഴ എങ്ങോട്ടോ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അപ്പോൾ വണ്ടി എടുത്തോണ്ട് പോയതല്ലേ. എന്തായാലും ഇവരുടെ ടീമേറ്റ് പറയുന്നുണ്ടായിരിക്കും എൻ്റെ പൊന്നു മുന്നേ അവനെ തൊട്ടിരുന്ന് എടുക്കായിരുന്നു, നീയും കൂടെ വന്നിരുന്ന് അടിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ കേസ് അവനാണെങ്കിൽ വണ്ടി എടുത്തിട്ട് നേരെ കേസ് ഓപ്പണിൽ പോയി നിന്ന്. എന്തിനാണ് അവിടെ ഓപ്പൺ നിന്നേ എനിക്ക് മനസ്സിലാവും. എൻ്റെ മോനെ അവനാണെങ്കിലോ നൈസായിട്ട് പൊട്ട് മുമ്പിലുള്ള ഒരു നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് ഞാൻ കുമ്മി. അതിനനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഷോർട്ട് റേഞ്ച് വേറെ ഫൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ സ്കൈലറൊക്കെ ഇട്ടിട്ട് എന്നെ കേസ് ഗ്ലൂ വാളൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞു. രണ്ടാമത്തെ സ്കൈലറപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു സെക്കൻഡ് ഡിലേ ആയിട്ട് ഞാൻ ഗ്ലൂ ആൾട്ടു അത് അറിയാണ്ട് വിടുക. പക്ഷേ കേസ് അവൻ്റെ സ്കൈലർ നമുക്ക് പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് സൂപ്പർ മെഡിക്കറ്റ് യൂസ് ചെയ്ത് ഞാൻ നേരെ കണ്ടല്ലോ ഒറ്റ മായലായിരുന്നു, ഇൻവിസിബിൾ ആയിട്ട് നേരെ ഉണ്ടല്ലോ അവനെ ചുറ്റി പോയി പിടിക്കാനാണ് വിചാരിക്കുന്നത്. അവൻ ഞാൻ ആ ഗ്ലൂവാളിൻ്റെ പുറകിലുണ്ട്, അവനെ പിടിക്കണം, മൊയിലെന്തായാലും ഇപ്പോൾ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് നൈസർ കേസ് അവിടെ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ ഞാൻ മാഞ്ഞു പോയിട്ട് അവന് മുമ്പിൽ ഒരു സർപ്രൈസ് അറ്റാക്ക്. എൻ്റെ മോനെ വിഷയം ഹെഡ്ഷോട്ട് ഒന്നും പറയാല്ല കേട്ടോ. അതൊരു സർപ്രൈസ് ആയിരുന്നു. അവൻ്റെ കിളിക്കൂട് മാറി തലച്ചോറ് നിലത്ത് കിടന്ന് എന്താണ് നിലത്ത് മൊത്തം തെറിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മാച്ചിൽ മൊത്തം 14 കില്ല് കേസ്, 14 കില്ല് ഇപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. OP വാല 14 കില്ലായിരുന്നു കേട്ടോ. 15ാമത്തെ കില്ല് കൂടെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കളി ബോയ് അടിക്കാൻ വേണ്ടി പറ്റിയ കേസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേസ്, നമുക്ക് ഈ ഒരു മാച്ച് ബോയ് അടിക്കാൻ വേണ്ടി പറ്റുമോ? എൻ്റെ മോനെ ഒറ്റൊരുത്തം മാത്രമേ ബാക്കിയുള്ള കേസ്. അവൻ എവിടെയെന്ന് എനിക്കറിയത്തില്ല. നോക്കുമ്പോഴത്തേക്ക് മുമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവൻ ഗ്ലൂ ആൾട്ടു, ഞാനും ഗ്ലൂ ആൾട്ടു. അതിനുശേഷം നോക്കുമ്പോഴത്തേക്കും അവൻ ഉണ്ടല്ലോ ഒരു ഗ്രാനേഡ് അല്ല കേസ്, ആ ഗ്ലൂ വാൾ മേലിട്ട് വലിച്ചെറിഞ്ഞിട്ട് അവൻ്റെ ഗ്ലൂ വാൾ പൊട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. ഗ്ലൂ വാൾ പൊട്ടിയ സമയത്ത് നേരെ കേസ് ഒരു ഡ്രാഗ് ചെയ്ത് നോക്കി നടന്നില്ല, ഒന്നും നോക്കില്ല, നേരെ ഇൻവിസിബിൾ ആയിട്ട് അവനെ നേരെ പോയിട്ട് M10 വെച്ച് ഒരടി കൊണ്ടില്ല. ഓക്കെ നൈസായിട്ട് കേസ് ഒറ്റ അടിയായിരുന്നു. അവൻ മാറി വന്നു. പക്ഷേ കേസ് അവനെയും കൂടെ അടിച്ച് കിടിലം പോലത്തിൽ പോയി നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ലെവല് കേസ്. ഓക്കെ എന്തായാലും കേസ് കിടുക്കം പോലത്തെ സോളോ വേഴ്സസ് സ്ക്വാഡ് റാങ്ക്ഡ് മാച്ച് ആയിരുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. 15 കില്ല് കേസ് നല്ലൊരു കിടുക്കം പോലത്തെ വേറെ ലെവൽ വിട്ടിട്ടാണ്. ബൈ ഗൈസ്.